ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തായുമായ പരിശുദ്ധ ബസേലിയോസ് മർത്തോമ പൗലോസ് ദിദിയൻ ബാവ തിരുവേനി, കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന മെത്രാപ്പോലീത്തയും പരിശുദ്ധ ബാവായുടെ അസിസ്റ്റൻറ്റുമായിരിക്കുന്ന അഭിവന്ദ്യനായ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയസ് തിരുവേനി, നിരണം ഭദ്രാസന മെത്രാപ്പോലീത്തയായിരിക്കുന്ന അഭിവന്ദ്യനായ കുസോസ്റ്റോസ്മോസ് തിരുവേനി, ചെന്നൈ ഭദ്രാസനത്തിന് മെത്രാപ്പോലീത്തയും കോട്ടയം ഭദ്രാസന സഹായ മെത്രാപ്പോലീത്തയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസ് സെക്രട്ടറിയുമായിരിക്കുന്ന അഭിവന്ദ്യനായ ദിയസ്കോറോസ് തിരുവേനി, ഏറ്റവും ആദരണീയനായ വന്യ ജോസഫ് റമ്പാച്ചൻ, ഈ വലിയ മാനേജരായിരിക്കുന്ന ബഹുമാനപ്പെട്ട എം കെ കുര്യനച്ഛൻ, മറ്റു ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള ശമാശന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ഔഗേൻ ബാവായുടെ ഓർമ്മയോടനുബന്ധിച്ച് ഇപ്രകാരം ഒരു അനുസ്മരണ പ്രസംഗം നടത്തുവാനായിട്ട് ഏതാനും നാളുകൾക്ക് മുമ്പ് ബഹുമാന്യനായ എം കെ കുര്യനച്ഛൻ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. അല്പം സങ്കോചത്തോടു കൂടിയും ഭയത്തോടു കൂടിയാണെങ്കിൽ അത് സ്വീകരിച്ചു. കാരണം പരിശുദ്ധനായ ഔഗേൻ ബാവയെക്കുറിച്ച് ആ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഒരു വാക്ക് പറയുവാൻ ഒരു അവസരം ലഭിക്കുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എങ്കിൽ തന്നെയും പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചപ്പോൾ ഭയവും സംഭവവും എല്ലാം കൂടി വന്നു. കാരണം സംസാരിക്കേണ്ടത് പരിശുദ്ധ ഔഗേൻ ബാവയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഔഗേൻ ബാവയെക്കുറിച്ച് എത്രമാത്രം എഴുതിയാലും സംസാരിച്ചാലും തീരുകയില്ല. കടൽ തീരത്ത് നിന്നുകൊണ്ട് തിരയെണ്ണുന്നത് പോലെയോ അല്ലെങ്കിൽ മരുഭൂമിയിൽ പോയി മണൽത്തരി എണ്ണി തീർക്കുവാനായിട്ട് ശ്രമിക്കുന്നത് പോലെയുള്ളതായ ഒരു വൃഥ പ്രയത്നമാണത്. അത്രമാത്രം വലിയ ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ ഔഗേൻ ബാവ തിരുമനസ്സുകൊണ്ട്. അത് മുഴുവനും മനസ്സിലാക്കുവാനോ വിവരിക്കുവാനോ വർണ്ണിക്കുവാനോ ഒരായുസ് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ തീരുകയില്ല. പരിശുദ്ധ ഔഗേൻ ബാവയെക്കുറിച്ച് പറയുമ്പോൾ ചിന്തിക്കുമ്പോഴും ഒരു വ്യക്തി എന്നതിനേക്കാൾ ഉപരി മലങ്കര സഭയുടെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രവും കൂടിയാണ് പരിശുദ്ധനായ ഔഗേൻ ബാവ തിരുമനസ്സുകൊണ്ട്. നമുക്കറിയാം, ഭാരതത്തിലെ മഹാകവിയായിരുന്നു കാളിദാസൻ. അദ്ദേഹം രഘുവംശ കാവ്യം എഴുതുന്നതിന് മുമ്പായിട്ട് പ്രാരംഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ കവിത ഞാൻ കാവ്യം എഴുതുവാൻ ആരംഭിക്കുന്നത് പൊക്കം കുറഞ്ഞവനായ മനുഷ്യൻ ഉയരത്തിൽ നിൽക്കുന്നതായ പഴം പറിക്കുന്നത് പോലെ ഞാൻ അപഹാസ്യനായി തീരുവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് ആരംഭിക്കുന്നത്. മൂഢനായ കവിയായ ഞാൻ അപ്രകാരം ഒരു പ്രസിദ്ധി ആഗ്രഹിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത് അപഹാസ്യതയ്ക്ക് കാരണമായി തീരും എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധനായ ഔഗേൻ ബാവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്രകാരം ഒരു സാധ്യത ഉണ്ടാകുക ഞാൻ മുൻകൂട്ടി കാണുകയാണ് ചെയ്യുന്നത്. അത്രമാത്രം വലിയ ഒരു മനുഷ്യനാണ് ഔഗേൻ ബാവ. തന്നെയുമല്ല, പരിശുദ്ധ ബാവ തിരുമനസ്സും അഭിവന്ദ്യ പിതാക്കന്മാരും അതും മറ്റ് വൈദിക ശ്രേഷ്ഠമുള്ളതായ ഇപ്രകാരമുള്ളൊരു സദസ്സിൽ നിന്ന് സംസാരിക്കുമ്പോഴും അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാകും. അത് സ്വാഭാവികമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധനായ ഔഗേൻ ബാവ കാലം ചെയ്യുമ്പോൾ കേവലം 9 വയസ്സുള്ളതായ ഒരു ബാലനായിരുന്നു ഞാൻ. അതിനു മുൻപ് ഒരു തവണയോ മറ്റോ കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതും വളരെ നേരിയതായ ഒരു ഓർമ്മ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. എങ്കിൽ തന്നെയും എൻ്റെ പിതാമഹൻ അദ്ദേഹം സഭയിലെ
പട്ടക്കാരോടും മേൽപ്പട്ടക്കാരോടുമെല്ലാം വളരെയധികം ബഹുമാനവും ആദരവും എപ്പോഴും വെച്ച് പുലർത്തിയിരുന്നതായ ഒരു മനദേഹമായിരുന്നു. ചെറുപ്പം മുതലേ പിതാക്കന്മാരെക്കുറിച്ചുള്ളതായ ചരിത്രങ്ങളും സംഭവങ്ങളും എല്ലാം വിവരിച്ചു തരുമ്പോൾ ആ കൂട്ടത്തിൽ വളരെ ആദരപൂർവ്വം ഔഗേൻ ബാവയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മയിലുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ പിതാവിൻ്റെ മൂത്ത സഹോദരനായിരുന്ന ഭാഗ്യസ്മരണാർഹനായ ജോസഫ് മാർ പക്കോമീസ് മെത്രാപ്പോലീത്തായും ഔഗേൻ ബാവയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബാവയെക്കുറിച്ചുള്ള ലേഖനങ്ങളിലുമെല്ലാം ആ ഒരു ബന്ധം വിവരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പൂർവികരായ കുടുംബാംഗങ്ങൾ പലരുമായിട്ടും പരിശുദ്ധ ഔഗേൻ ബാവയ്ക്ക് നല്ല സൗഹൃദവും സ്നേഹവും ബന്ധവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ പിതാമഹൻ്റെ പിതൃ സഹോദരനായിരുന്ന പൂവത്തിങ്കൽ കുരുവിള തോമസ് കത്തനാർ, അവർ ഔഗേൻ ബാവയും ഏകദേശം അവർ സമകാലീനരായിരുന്നു. രണ്ടുപേരും കോനാട്ട് കോരമാത്തൻ മൽപ്പാൻ്റെ ശിഷ്യന്മാരായിരുന്നു. ഒരേ കാലയളവിൽ ജീവിച്ചിരുന്നു. മരണം വരെയും ആ ഒരു സ്നേഹവും സൗഹൃദവും കാത്തു സൂക്ഷിച്ചിരുന്നു. ഔഗേൻ ബാവ എടുക്കുന്ന തീരുമാനത്തിനെല്ലാം എപ്പോഴും കുരുവിള തോമസ് കത്തനാരുടെ പിന്തുണയും എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇസഡം പാറയിട്ട് മലങ്കര നസ്രാണികൾ എഴുതിയപ്പോൾ അതിൻ്റെ 5-ാം വാല്യത്തിൽ പേജ് 295 ഔഗേൻ ബാവ കാതോലിക്ക സ്വീകരിച്ചതിൻ്റെ പേരിൽ ഔഗേന്മാർ തീമോത്തിയോസിനോടുകൂടെ ചേർന്നതായ പൂവത്തിങ്കൽ തോമസ് കത്തനാർക്കും കേസുകളെ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം മലങ്കര നസ്രാണികൾ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പറയുന്നുണ്ട്, ഇടവയിലുള്ളതായ 2 പേർ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു. പള്ളിയിൽ നിന്ന് പുറത്താക്കുവാൻ തക്കവണ്ണം തുടർന്നുള്ളതായ കേസുകളും പള്ളി അടച്ചിട്ടുള്ളതായ പല നടപടിക്രമങ്ങളുമെല്ലാം എൻ്റെ മാതൃദേവാലയത്തിൽ ഒരു കാലത്ത് നടന്നിട്ടുണ്ട്. 1958 വിധിയോടുകൂടി അത് ശാശ്വതമായിട്ട് അവിടെ സമാധാനമുണ്ടാകുകയും അന്ന് ഭിന്നിപ്പുണ്ടാക്കിയവർ അവിടെ നിന്ന് പിരിഞ്ഞുപോയി വേറെ ദേവാലയം വെച്ച് എൻ്റെ മാതൃദേവാലയം അങ്ങനെ സന്തോഷത്തോടും സ്വസ്ഥതയോടും കടന്നു പോവുകയും ഇപ്പോൾ വരെ മുന്നോട്ട് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്കോമീസ് തിരുമേനി അന്ന് ശമ്മാശനായിരുന്നു. അദ്ദേഹത്തിനും ദേവാലയത്തിൽ നിന്ന് കണ്ണുനീരോടെ ഇറങ്ങിപ്പോകേണ്ടതായ ഒരു കാലവും അന്ന് ഉണ്ടായിരുന്നു. വിഘടിത സമൂഹം അദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ഉണ്ടായത്. അപ്രകാരമുള്ളതായ ദുഃഖങ്ങളെല്ലാം ഔഗേൻ ബാവയോട് ചേർന്ന് നിന്നതിൻ്റേതായ പേരിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതാണ്. എങ്കിൽ തന്നെയും അത് വളരെ സന്തോഷപൂർവ്വം തന്നെയാണ് അത് സ്വീകരിച്ചിരുന്നതും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത്. ഔഗേൻ ബാവയെക്കുറിച്ചുള്ളതായിരുന്ന ലേഖനത്തിൽ പക്കോമീസ് തിരുമേനി ആ ബന്ധത്തെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതുന്നത്: ഞാൻ ബാലനായിരിക്കുന്ന കാലം മുതൽ അദ്ദേഹത്തിന് എന്നെ അറിയാം. എന്നോട് വലിയ വാത്സല്യവുമായിരുന്നു. എൻ്റെ പിതൃ സഹോദരൻ പൂവത്തിങ്കൽ ഐപ്പ് തോമസ് കത്തനാർ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. ആ സാഹചര്യത്തിൽ എനിക്ക് പട്ടം തരണമെന്ന് നിർദ്ദേശിച്ചത് പരിശുദ്ധ ഔഗേൻ ബാവയാണ്, അതായത് ഔഗേന്മാർ തീമോത്തിയോസ് തിരുമേനി. പിന്നീട് എനിക്ക് പൂർണ്ണ ഷമ്മാശൻ പട്ടം തന്നതും കശീശ പട്ടം തന്നതും അദ്ദേഹം തന്നെയാണ്. എന്നെ മെത്രാപ്പോലീത്തയായി വാഴിച്ചതും തിരുമേനിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രയാസ കാലഘട്ടങ്ങളിൽ മൂവാറ്റുപുഴയും പിറവത്തും അദ്ദേഹത്തോടൊത്ത് താമസിച്ചിട്ടുണ്ട്. കാതോലിക്ക അതിനുശേഷം പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും സുന്നതദോസിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിട്ടും താമസിച്ചിട്ടുണ്ട്. ഈ ബന്ധങ്ങളും അടുപ്പവും സ്നേഹവും എല്ലാം ഇന്ന് എനിക്കിവിടെ നിൽക്കുവാൻ തക്കവണ്ണം ഒരു താങ്ങും തണലും അനുഗ്രഹവുമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഔഗേൻ ബാവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നത് 2 കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന്, പിറവത്ത് നടന്നതായ ക്രൂരമായ മർദ്ദനവും. 2, അദ്ദേഹം എടുത്തിട്ടുള്ളതായ ധീരമായ ചുവടുമാണ്. ധീരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി എടുത്തതായ തീരുമാനങ്ങൾ അത് നടപ്പിലാക്കുകയും ചെയ്തു. മലങ്കര നസ്രാണി എന്ന നിലയിൽ, ഒരു സഭാംഗം എന്ന നിലയിൽ ഓരോരുത്തൻ്റെ ആത്മാഭിമാനത്തെ ഉത്തുംഗ സംഘത്തിലെത്തുവാൻ തക്കവണ്ണമുള്ളതായ വലിയ ഒരു പ്രഖ്യാപനമായിരുന്നു ഔഗേൻ ബാവ നടത്തിയത്. എൻ്റെ മാതാവ് എന്നെ പ്രസവിച്ചത് കാതോലിക്ക സിംഹാസനം എന്ന പവിത്ര പീഠത്തിലിരുന്ന് പാരമ്പര്യങ്ങളും പ്രമാണങ്ങളും ലംഘിക്കുവാനല്ല, പരിശുദ്ധ മാർ തോമാസ് ലീഗ സ്ഥാപിച്ചതും പ്രതിസന്ധികളുടെയും പ്രതികൂലതകളുടെയും ഇടയിൽ ദൈവകൃപയാൽ പരിശുദ്ധ പിതാക്കന്മാർ സംരക്ഷിച്ചും ഭദ്രമായി ഭരമേൽപ്പിച്ചതുമായ മലങ്കര സഭയുടെ
സ്വതന്ത്രമായ നിലനിൽപ്പിൻ്റെ വിലയേറിയ നിധിയും സ്ഥാനവും കളഞ്ഞു കുളിച്ച് കടന്നു പോകുവാൻ ഞാൻ ഒരുക്കമല്ല. എൻ്റെ പദവിയും ജീവനും പോയാലും മാർത്തോമാശ്ലീഹായുടെ സഭയുടെ സിംഹാസനത്തിൻ്റെ മാറ്റിനും മഹിമയ്ക്കും ഹാനി വരുത്തുന്ന ഒന്നിനും ഞാൻ കൂട്ടുനിൽക്കുകയില്ല. വളരെ ധീരമായിട്ടുള്ള ഒരു നിലപാടുകളായിരുന്നു. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ക്ഷീണിച്ച ശരീരമെങ്കിലും വിജ്ഞാനവും അറിവും കൊണ്ട് വളരെ വികസിച്ചതായ ബുദ്ധി, ആകാരത്തിൽ ചെറിയ മനുഷ്യനെങ്കിലും പതറാത്തതും ഉറച്ചതും വ്യതിചലിക്കാത്തതുമായ ഘനമേറിയതായ വാക്കുകളിലാണ് ഈ പ്രസ്താവന നടത്തിയത്. ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുമായിട്ടൊരു സാദൃശ്യം പലപ്പോഴും ഔഗേൻ ബാവയുടെ ജീവിതവുമായിട്ട് തോന്നാറുണ്ട്. 1947 ഭാരതം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് അതിലേക്കുള്ളതായ ഒരു ഗർഭധാനം നടന്നത് 1930 നടന്നതായ ദണ്ഡിയാത്രയും ഉപ്പ് സത്യാഗ്രഹവുമായിരുന്നു. മഹാത്മാഗാന്ധിജി അന്നൊരു കീവേഡ് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മുന്നോടിയായിട്ട് എടുത്തിരുന്നു. അതിൻ്റെ ഡ്രാഫ്റ്റ് കരട് രേഖ തയ്യാറാക്കിയത് മഹാത്മാഗാന്ധി തന്നെയായിരുന്നു. തൻ്റെ സ്വന്തം കൈപ്പടയിൽ അദ്ദേഹം എഴുതി തയ്യാറാക്കുകയാണ് ചെയ്തത്. അതിൽ അദ്ദേഹം ഇപ്രകാരം എഴുതി: ഐ റെഫ്യൂട്ട് ദിസ് ലോ ഇനാക്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ഐ റെഫ്യൂട്ട്. അദ്ദേഹം വളരെ ശക്തമായി എടുത്തൊരു വാക്കായിരുന്നു അത്, ഒരു കീവേഡായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഐ റെഫ്യൂട്ട് എന്നുള്ളത്. ഞാൻ ഈ നിയമത്തെ നിരാകരിക്കുന്നു. ശക്തമായ ഭാഷയായിരുന്നു. നമുക്കറിയാം ഗാന്ധിജിയുടെ കനു ഗാന്ധി വരച്ചതായ മഹാത്മാഗാന്ധിജിയുടെ ഒരു ചിത്രമുണ്ട്, മനോഹരം, പുറംതിരിഞ്ഞ് നടന്നു പോകുന്നത്, കയ്യിൽ വടി പിടിച്ചുകൊണ്ട്. വളരെ പരിചിതമായ ഒരു ചിത്രമാണത്. ക്ഷീണിച്ച് ആയ ഒരു ശരീരത്തെക്കാൾ എടുത്തു കാണിക്കുന്നത് ആ വടിയാണ്. അങ്ങനെ ആ വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നതായ ഗാന്ധിജി പറഞ്ഞതായ വാക്ക്, അതിന് സദൃശമായ രീതിയിൽ ഔഗേൻ ബാവയും പറഞ്ഞു: ഞാൻ ഒരുക്കമല്ല, ഞാനിതിന് കൂട്ടുനിൽക്കുകയില്ല. മലങ്കര സഭയ്ക്ക് വേണ്ടിയിട്ട് മലങ്കര സഭയുടെ ചൂണ്ടുവിരലായി നിന്നുകൊണ്ടാണ് പരിശുദ്ധനായ ഔഗേൻ ബാവ ഇത് പറയുന്നത്. വൈദേശിക മേൽക്കോയ്മയ്ക്കെതിരെ ധീരതയോടുകൂടി മഹാത്മാഗാന്ധി പറഞ്ഞു: ഐ റെഫ്യൂട്ട്, ഞാൻ നിരസിക്കുന്നുവെന്ന്. ഉണങ്ങി ശോഷിച്ച ശരീരത്തിൽ നിന്ന്, നെഞ്ചിൻ കൂടിൽ നിന്ന് വന്നതായ ദൃഢമായൊരു ശബ്ദം. അതുപോലെ തന്നെ ഔഗേൻ ബാവയെ കണ്ടിട്ടുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്, അവർക്കറിയാം. നേരിൽ കാണാത്തവർ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാകും. വളരെ മെല്ലിച്ചതായ ഒരു ശരീരം. സിംഹാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒതുങ്ങിക്കൂടി അല്പം ചെറിയൊരു മനുഷ്യനായിട്ട് അതിൻ്റെ അകത്ത് കാണുകയുള്ളൂ. പുറമേ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു മനുഷ്യൻ ആകാരത്തിൽ. പക്ഷെ അറിവിലും പാണ്ഡിത്യത്തിലും ധൈര്യത്തിലും വലിയ മനുഷ്യനായിരുന്നു ഔഗേൻ ബാവ, മഹാത്മജിയെ പോലെ. അതുകൊണ്ടാണ് ധീരമായിട്ട് പറഞ്ഞത്: ഞാനത് അംഗീകരിക്കുകയില്ല, ഞാനതിന് കൂട്ടുനിൽക്കുകയില്ല. ശക്തമായിട്ട് അത് മലങ്കര സഭയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. മലങ്കര സഭയുടെ ചൂണ്ടുവിരലായി നിന്നുകൊണ്ട് വൈദേശിക മേൽക്കോയ്മയ്ക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ടാണ് പരിശുദ്ധനായ ഔഗേൻ ബാവ പറഞ്ഞത്: ഞാനത് അംഗീകരിക്കുകയില്ല, ഞാനത് കൂട്ടുനിൽക്കുകയില്ല എന്ന്. മാർത്തോമാശ്ലീഹായുടെ സിംഹാസനം, മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും പൗരാണികത്വവും പവിത്രമായ കാതോലിക്കേറ്റ് സമ്പുഷ്ടമായ പാരമ്പര്യം, അത് കളഞ്ഞു കുളിക്കാൻ ഞാൻ ഒരുക്കമല്ല, അതിന് ഞാൻ കൂട്ടുനിൽക്കുകയില്ല. ഭൗതികമായ കാഴ്ചയിൽ വെറും അസ്ഥിക്കൂടായ ശരീരത്തിൽ വന്ന ഉറച്ച ശബ്ദം മലങ്കര സഭാ സ്വാതന്ത്ര്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഏറ്റവും ഊർജ്ജസ്വലമായ ശബ്ദമായിരുന്നു ആ പിതാവിൽ നിന്ന് അന്ന് ഉയർന്നത്. കാരണം അദ്ദേഹത്തിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കാതോലിക്കേറ്റിനെ കുറിച്ചും മാർത്തോമാശ്ലീഹായുടെ സിംഹാസനത്തെക്കുറിച്ചുമെല്ലാം. അദ്ദേഹം തുമ്പോളി ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 1972 പത്തനംതിട്ട മാക്കാങ്കുന്ന് വെച്ച് മാർത്തോമാശ്ലീഹയുടെ ചരമ ശതാബ്ദി ആഘോഷം നടക്കുമ്പോൾ ഡിസംബർ മാസം 10-ാം തീയതി ഒരു പ്രസംഗം നടത്തി. അതിലേക്കും ആ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി മാർത്തോമാശ്ലീഹയുടെ സിംഹാസനത്തെക്കുറിച്ചുള്ള തൻ്റെ ബോധ്യത്തെ
കൃത്യമായിട്ട് അവിടെ വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, യൂസേബിയോസ്, ബാർബ്രായ എന്നിവരുടെ രേഖകളിൽ നിന്നും വെളിവാകുന്നുണ്ട്. മാർ തോമാ ശ്ലീഹ പൗരസ്ത്യ ദേശങ്ങളിൽ ആദ്യമായി സുവിശേഷം ഘോഷിച്ച് സഭ സ്ഥാപിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തെ മോർ തോമായുടെ പൗരസ്ത്യ സിംഹാസനമെന്നാണ് പറഞ്ഞു വരുന്നത്. കിഴക്കിൻ്റെ ഒന്നാമത്തെ മേൽപ്പട്ടക്കാരൻ മാർ തോമാ ശ്ലീഹായാകുന്നുവെന്ന് ബാർബ്രായ അദ്ദേഹത്തിൻ്റെ സഭാചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർ തോമാ ശ്ലീഹായെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി പൗരസ്ത്യ സിംഹാസനത്തിൽ വാണിരുന്ന മേൽപ്പട്ടക്കാരെ പറ്റിയും ബാർബ്രായ പ്രസ്താവിച്ചിട്ടുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, കാതോലിക്ക സിംഹാസനം മലങ്കരയിൽ പുനഃസ്ഥാപിക്കുന്നതിന് മുൻപ് മാർ തോമാ ശ്ലീഹ നട്ടുവളർത്തിയ സഭയെ നയിക്കുകയും ഭരിക്കുകയും ചെയ്തിരുന്നത് മലങ്കര മെത്രാപ്പോലീത്തന്മാരായിരുന്നു. മാർ തോമാ ശ്ലീഹായുടെ പിൻഗാമിത്വം അനുസ്മരിക്കത്തക്കവണ്ണം മാർ തോമ എന്ന സ്ഥാനപ്പേരാണ് അവർക്കുണ്ടായിരുന്നത്. മാർ തോമ 9-ാമിന് ശേഷം മലങ്കര സഭ മേലധ്യക്ഷന്മാർ പ്രസ്തുത സ്ഥാനപ്പേരിൽ അറിയപ്പെട്ടിരുന്നില്ലെങ്കിലും അവരെല്ലാവരും മാർ തോമായുടെ പിൻഗാമികൾ തന്നെയായിരുന്നു. സഭാചരിത്ര പണ്ഡിതനും ഹുദായ കോൻവൻ മുതലായ പല പ്രമാണ ഗ്രന്ഥങ്ങളുടെ കർത്താവും പൗരസ്ത്യ കാതോലിക്കായുമായിരുന്ന ബാർബ്രായ തൻ്റെ ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗം ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. ഇന്ത്യയും ചുറ്റുമുള്ള പ്രദേശങ്ങളും അറുതി കടൽ വരെയുള്ള രാജ്യങ്ങളും യഹൂദ തോമസിൽ നിന്നും ശിഷ്യന്മാരുടെ ആചാര്യത്വത്തിൻ്റെ കയ്യൊപ്പ് സ്വീകരിച്ച്, അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ബാർബ്രായ, ശിഷ്യന്മാരുടെ ആചാര്യത്വത്തിൻ്റെ കയ്യൊപ്പ് സ്വീകരിച്ചു. വെറും ആചാര്യത്തിൻ്റെ കയ്യൊപ്പെന്ന് മാത്രമല്ല, അപ്പോസ്തലന്മാരുടെ ആചാര്യത്വത്തിൻ്റെ കയ്യൊപ്പെന്നാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് മാർ തോമാ ശ്ലീഹ പിന്തുടർച്ചയോടുകൂടി ഇവിടെ റീസ് കൊഹിനൂസ് നൽകിയെന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇതാണ് മാർ തോമാ ശ്ലീഹ ഇവിടെ സിംഹാസനം സ്ഥാപിച്ചു എന്നതിൻ്റേതായ അടിസ്ഥാനം. പണ്ഡിതനായ അദ്ദേഹത്തിന് യുവ കാര്യങ്ങളെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കാതോലിക്ക സ്ഥാപനത്തെക്കുറിച്ചുമെല്ലാം നാം പറയുമ്പോൾ പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനിയെക്കുറിച്ചും പരിശുദ്ധനായ ബസേലിയോസ് പൗലോസ് പ്രഥമൻ ബാവയെക്കുറിച്ചും എല്ലാം സംസാരിക്കുമ്പോൾ അവരോടൊപ്പം തന്നെ എപ്പോഴും സ്മരിക്കേണ്ടതായ വ്യക്തിത്വം തന്നെയാണ് ഔഗേൻ ബാവായുടെയും. വീണ്ടും ഞാൻ പറയട്ടെ, ഭാഗ്യസ്മരണാർഹനായ പക്വമേസ് തിരുമേനി ഔഗേൻ ബാവയെക്കുറിച്ചുള്ള ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുള്ള കാര്യം, മലങ്കര സഭ തികച്ചും സ്വയം ശീർഷകത്വമുള്ള ഒരു സ്വതന്ത്ര സഭയായിരിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതായത് ഔഗേൻ ബാവയുടെ ആഗ്രഹം. മത്തായി ശമ്മാശനായി ഷീമിയയിൽ താമസിക്കുന്ന കാലത്താണ് അബ്ദുൽ മിശിക പാത്രിയർക്കീസിൻ്റെ ഫർമാൻ തുർക്കി സുൽത്താൻ പിൻവലിക്കുന്നതും അബ്ദുള്ള പാത്രിയർക്കീസിൻ്റെ സ്ഥാനാരോഹണം നടക്കുന്നതും. അന്നവിടെ നടന്നുകൊണ്ടിരുന്ന സഭാരാഷ്ട്രീയത്തിലെ അന്തർനാടകങ്ങളും അത് സംബന്ധിച്ചുള്ള യഥാർത്ഥ സ്ഥിതിഗതികളും ഉടൻ അദ്ദേഹം ഇവിടെ അറിയിച്ചു കൊണ്ടിരുന്നു. തന്നെയുമല്ല, അബ്ദുൽ മിശിക പാത്രിയർക്കീസിൻ്റെ സ്ഥാനത്തിനോ പട്ടത്വത്തിനോ യാതൊരു ന്യൂനതയും ഇല്ലെന്നും അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ വ്യക്തമായിരുന്നു. മുൻപ് കോനാട്ട് മാത്തൻ മൽപ്പാനച്ചൻ കാതോലിക്ക സിംഹാസനം മലങ്കരയിൽ സ്ഥാപിക്കണമെന്ന് കാണിച്ച് അബ്ദുൽ മിശിക പാത്രിയർക്കീസിന് എഴുതിയിട്ടുണ്ട് 1908 ധനു 30. അത് സ്വീകരിക്കപ്പെട്ടില്ല. എന്നാൽ ഈ അവസരത്തിൽ മലങ്കരയിൽ കാതോലിക്കേറ്റ് അനുവദിച്ചു തരുന്നതിന് അബ്ദുൽ മിശിക അനുകൂലിയാണ് എന്നും കൂടി അറിയിച്ചു. ചുരുക്കത്തിൽ മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിക്കുന്നതിനുള്ള പശ്ചാത്തലം കാണിച്ചു കൊടുക്കുന്നതിൽ മത്തായി ശമ്മാശൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അബ്ദുള്ള പാത്രിയർക്കീസ് മലങ്കരയിൽ വന്ന് പട്ടശ്ശേരിയിൽ തിരുമേനിയെ മുടക്കിയ സംഭവത്താൽ മലങ്കരയിൽ സംജാതമായ പ്രതിസന്ധിയിൽ കാതോലിക്കേറ്റുമായി മുന്നേറുവാൻ നമുക്ക് സാധിച്ചത് മത്തായി ശമ്മാശൻ, അതായത് പിന്നീട് ഔഗേൻ റമ്പാനിൽ നിന്ന് ലഭിച്ച അറിയിപ്പുകളും നിർദ്ദേശങ്ങളുമാണ്. ആദ്യത്തെ കാതോലിക്കേറ്റ് വാഴ്ചയിൽ അദ്ദേഹം സംബന്ധിച്ചിരുന്നു എന്നതുള്ളത് ഒരു ചരിത്ര വസ്തുതയും കൂടിയാണ്. വടശ്ശേരി തിരുമേനി പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു കേസിലെ ക്രോസ് വിസ്താരത്തിൽ പറയുന്നുണ്ട്, അവസാനം ഔഗേൻ റമ്പാനെ കാണുന്നതും അതിനോടനുബന്ധിച്ചാണ് എന്ന് വടശ്ശേരി തിരുമേനി പറയുന്നുണ്ട് അവിടെ വെച്ച്. സംസ്കൃത കവിയും ഗദ്യകാരനും അലങ്കാര ശാസ്ത്രജ്ഞനുമായി ദക്ഷിണേന്ത്യയിൽ, തമിഴ്നാട്ടിലാണ് ജീവിച്ചിരുന്നത്, ധണ്ടി എന്നൊരു ആചാര്യനുണ്ടായിരുന്നു. അദ്ദേഹം ഭാരതദേശം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ലഭിക്കാവുന്നതായ വിജ്ഞാനങ്ങളെല്ലാം സമ്പാദിച്ചു, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം മനസ്സിലാക്കിയ വലിയൊരു വ്യക്തിയാണ് അദ്ദേഹം. അനേക ഗ്രന്ഥങ്ങൾ ചമയ്ക്കുകയെല്ലാം ചെയ്തു. സാഹിത്യ മീമാംസകനായിരുന്നു ദണ്ഡി. അദ്ദേഹം ഏതാണ്ട്
7 or 8 നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. 12 നൂറ്റാണ്ടുകൾക്ക് ശേഷം എനിക്ക് തോന്നുകയാണ് മറ്റൊരു ആചാര്യൻ, അത് വെറും ആചാര്യല്ല, മഹിതാചാര്യനായ ഒരു ദണ്ഡി ഇവിടെ ദക്ഷിണ ഭാരതത്തിൽ, കേരളത്തിൽ വീണ്ടും പിറവിയെടുത്തു. ദണ്ഡി എന്ന് പറഞ്ഞാൽ ആ വാക്കിന് അർത്ഥം ദണ്ഡ് പിടിച്ചവനെന്ന്, ദണ്ഡ് ധരിച്ചവനെന്നൊക്കെയാണ്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയുമ്പോഴും ആ ചിത്രം വളരെ വ്യക്തമാണ്. ദണ്ഡ് പിടിച്ചുകൊണ്ട് നടക്കുന്നവൻ, ദണ്ഡി യാത്ര നടത്തുന്നുണ്ട്. ഇവിടെയും പരിശുദ്ധനായ ഔഗേൻ ബാവയെക്കുറിച്ച് പറയുമ്പോഴും അപ്രകാരം ഒരു മഹിതാചാര്യനായ ദണ്ഡി എന്ന് പറയുവാനായിട്ട് സാധിക്കും, കയ്യിൽ ദണ്ഡ് പിടിച്ചുകൊണ്ട്. അത് നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലെ യാതനകളെയും നമ്മുടെ പ്രാചീന കാലങ്ങളിലെ പ്രകാശപൂർണമായ വിചാരങ്ങളെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു പ്രതീകമായി കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ദണ്ഡ്. അതിന് അലങ്കാരമായിട്ടൊരു കുരിശുമുണ്ട്. അങ്ങനെ ക്രൂശനാൽ അലങ്കൃതമായ ദണ്ഡ് എന്നുള്ളത് വെറും ഒരു അലങ്കാരമല്ല, പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആധാരമായിരുന്നു. ആധാരമെന്ന് പറയുമ്പോൾ അത് സത്യമായിരുന്നു. ക്രൂശ് സത്യമാണ്. സത്യം എന്നുള്ളതായ ആധാരത്തിലാണ് കേവലം ദുർബലമായ ഒരു ശരീരം പരിശുദ്ധനായ ഔഗേൻ ബാവ താങ്ങി നിർത്തിയിരുന്നതെന്ന് വേണ്ടി പറയുവാനായിട്ട് സാധിക്കും. ആധുനിക കാലഘട്ടത്തിലെ മഹിതാചാരനായ ദണ്ഡിയായിട്ട് ആ ദണ്ഡ് ധരിച്ചിരിക്കുന്നത് സത്യമെന്നതായ ദണ്ഡ് ധരിച്ചുകൊണ്ട്, സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതായിരുന്നു തന്നെ താങ്ങി നിർത്തിയിരുന്നത്. അപ്രകാരമുള്ളതായ ദണ്ഡി ആചാര്യനായിരുന്നു പരിശുദ്ധൻ ഔഗേൻ പദവൻ ബാവ. ഉപനിഷത്തുകൾ എഴുതിയ മഹർഷിമാരിൽ ഒരുവൻ ഒരിക്കൽ തൻ്റെ ഒരു പുത്രനെ വിളിച്ചിട്ട് അവരോട് ഇപ്രകാരം ഉപദേശിക്കുകയുണ്ടായി: യദ്യപി അസ്മാം ഇവാം അദ്ഭി പരിഗൃഹീതാം ധനസ്യ പൂർണ്ണാം ദദ്യാത് ഏതദേവ തതോ ഭൂയ ഇതി ഏതദേവ തതോ ഭൂയ ഇതി. എന്ന് വെച്ചാൽ, വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ധനസമ്പൂർണമായ ഈ ഭൂമി പകരം തരികയാണെങ്കിൽ പോലും മകനെ, ഞാൻ നിനക്ക് നൽകിയതായ ഈ ഉപദേശം അതിനേക്കാളും മികച്ചതാണ് എന്ന് നീ കരുതിക്കൊള്ളുക. അവിടെ ആ ശ്ലോകത്തിൽ 2 തവണ വാചകം എടുത്തു പറയുകയാണ് ഏതദേവോ തതോ ഭൂയ ഇതി എന്ന്. ഇത് അതിലും വലുതാണ്, അതിലും മികച്ചതാണെന്ന് വീണ്ടും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. മഹർഷിയുടെ ആ ചിന്തയെ ഇപ്രകാരം വേണമെങ്കിൽ നമുക്ക് വിപുലീകരിക്കാമെന്ന് തോന്നുന്നു. ഈ രാജ്യത്ത് നീ കാണുന്ന ധനം, സ്വർണവും, രക്തവും, ഇവിടുത്തെ പ്രകൃതി സമ്പത്തുമൊക്കെ ആയിരിക്കാം. പക്ഷേ ഞാൻ പറയുന്ന ധനം ഇതിനപ്പുറത്തുള്ളതായ മഹത്തായ ഏകദർശനത്തിൻ്റെ സത്യവീക്ഷണത്തിൻ്റെ ധനമാണ്. ആ ധനത്തെ മറ്റൊന്നിനും മറ്റൊരു പ്രലോഭനത്തിന് മുന്നിലും നീ വെച്ചു മാറരുതേ എന്ന് അദ്ദേഹം കർശനമായിട്ട് തൻ്റെ മകനെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഔഗേൻ ബാവായും ഈ ഒരു കർശനമായ നിർദ്ദേശം തന്നെയല്ലേ നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് എപ്പോഴും ആലോചിച്ചു പോകാറുണ്ട്. മലങ്കര സഭ എന്ന സത്യം, അതിനു മുൻപ് മലങ്കര സഭ എന്ന സത്യമെന്ന് പറഞ്ഞതായ വലിയ ഒരു പിതാവുണ്ടായിരുന്നു, 1ാമത്തെ കാതോലിക്ക പരിശുദ്ധനായ ബസേലിയോസ് പൗലോസ് പ്രഥമൻ ബാവ. നമ്മുടെ ഈ പിതാക്കന്മാരെല്ലാവരും കഷ്ടതകൾ അനുഭവിച്ചവരാണ്, അതിൽ സംശയമില്ല. പക്ഷേ അതിലൊന്നും ഭയന്ന് മാറിയവരുമല്ലായിരുന്നു, ഭീരത്വം അവർക്കില്ലായിരുന്നു. പരിശുദ്ധനായ ബസേലിയോസ് പൗലോസ് പ്രഥമൻ ബാവ തൻ്റെ അന്ത്യകാലത്ത് തന്നെ കാണുവാൻ വന്നവരോട് പറഞ്ഞു: എൻ്റെ പ്രിയ മക്കളെ, അദ്ദേഹം പറയുകയാണ്, എൻ്റെ പ്രിയ മക്കളെ, മലങ്കര സഭയാകുന്ന സത്യം ഉമിത്തിയിൽ എന്ന പോലെ കഷ്ടതകളോടും ക്ലേശങ്ങളോടും നീറി കിടക്കും. എന്നാൽ കാലങ്ങൾക്ക് ശേഷം അത് ആളിക്കത്തി പ്രകാശിക്കുക തന്നെ ചെയ്യും. കാലങ്ങൾ കഴിഞ്ഞുപോയി, ഉമിത്തി പോലെ എരിഞ്ഞു നിന്നുകൊണ്ടിരുന്നു. ഇന്നിപ്പോൾ നമുക്കറിയാം അത് അഗ്നി പോലെ ആളിക്കത്തുകയാണ്, പ്രശോഭിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇന്ന് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ അഗ്നി കണ്ട് ഭയപ്പെട്ട് പലരും ഇന്ന് അതിനെ മണ്ണ് വെച്ചെറിയാനും കല്ല് വെച്ചെറിയാനും എല്ലാം ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി കുരയ്ക്കുന്നതായ ശ്വാനന്മാരെ പോലെ ആ അഗ്നിയെ നോക്കി കുരയ്ക്കുന്നവർ അവസാനം ലജ്ജയോടുകൂടി പിന്തിരിഞ്ഞു പോവുകയുള്ളൂ. ആ ഒരു സത്യമായിരുന്നു പരിശുദ്ധനായ ഔഗേൻ ബാവ വീണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പകർന്നു തന്നു, നമ്മളോട് പറഞ്ഞു നൽകിയിരിക്കുന്നത്: മക്കളെ, എന്തു ലഭിച്ചാലും ധനസമ്പൂർണമായ രത്നവും മുത്തും പവിഴവുമെല്ലാം ലഭിക്കും, അധികാരങ്ങൾ ലഭിക്കും, ഒരുപക്ഷെ ചുവന്ന കുപ്പായവും 2 or 3 മാലയെല്ലാം പുറത്തുനിന്ന് കൊണ്ടു തരും. പക്ഷേ ഇതിൻ്റെ പേരിലൊന്നും ഞാൻ നിങ്ങൾക്ക് കൈമാറി തന്നതായ ഈ സത്യം
അതൊരു സനാതനമായ സത്യമാണ്, നിത്യസത്യമാണ്. നീ അത് കളയരുത്, നശിപ്പിക്കരുത്, നീ അത് ഒന്നിനു വേണ്ടിയിട്ടും വെച്ച് മാറരുതെന്ന് ആ പിതാവ് വളരെ സ്നേഹത്തോടു കൂടി ആവശ്യപ്പെടുകയാണ്. നാം ഓരോരുത്തരും, ഓരോ മലങ്കര നസ്രാണിക്കുമായ ഒരു കടമയുണ്ട്. ആ സത്യത്തെ മുറുകെ പിടിക്കുവാനും അതിന് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് യാത്ര ചെയ്യുവാനും, അങ്ങനെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ ഈ സത്യത്തെ ജീവനേക്കാൾ വലുതായ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വലിയൊരു മർദ്ദന പീഡനം വലിയ വെള്ളിയാഴ്ച നേടേണ്ടി വന്നത്. ആ രാത്രിയിൽ പെസഹ കഴിഞ്ഞിട്ടുള്ളതായ വലിയ വെള്ളിയാഴ്ച അരുമനാഥൻ പീഡനമേറ്റതും ആ വലിയ വെള്ളിയാഴ്ചയായിരുന്നു. തൻ്റെ അരുമനാഥൻ്റെ കഷ്ടതകൾ, താൻ അനുഭവിച്ചതായ പീഡനങ്ങളിലേക്ക് എന്തെങ്കിലും ചേർക്കപ്പെടുവാനുണ്ടെങ്കിൽ അത് തൻ്റെ ശരീരത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് പരിശുദ്ധനായ ഔഗേൻ ബാവ ആ അരുമനാഥനോടൊപ്പം ചേർന്ന് നിന്ന് കട്ടാനുഭവത്തിൻ്റെ കൈപ്പതിയിൽ കുടിച്ചു എന്ന് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. പ്രൊഫസർ PC ദേവസ്യ ഒരു സംസ്കൃത കാവ്യം എഴുതി, അതിന് ക്രിസ്തു ഭാഗവതം എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ 31-ാമത്തെ സർഗത്തിൽ കർത്താവിൻ്റെ ആ വരവിനെക്കുറിച്ച്, മുൾക്കൂടി ചൂടിക്കൊണ്ടുന്ന വരവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിപ്രകാരം പറയാം: വധശിക്ഷയ്ക്കുള്ള വിധി ഭൂലോകത്തിൻ്റെ പാപഭാരത്തോടൊപ്പം വഹിച്ചുകൊണ്ട് ഗുരു ആ മാളിയിൽ നിന്ന് ഇറങ്ങി നടന്നു. ഇവിടെയും ആ ഗുരു പിറവം പള്ളിയുടെ മാളിയിൽ നിന്ന് ഇറങ്ങി നടന്നു. ചമ്മട്ടിയാടിയാലുണ്ടായ മുറിവുകളിൽ നിന്നൊഴിയ രക്തത്തിൽ കുളിച്ച് ശരീരത്തോടു കൂടിയവനും ശിരസിൽ മുൾമുടി ചൂടിയവനുമായ അദ്ദേഹത്തെ യഹൂദന്മാർ പരിഹസിച്ചു. ഔഗേൻ ബാവയെ അപ്രകാരം തന്നെ മർദ്ദിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. അതിനെക്കുറിച്ചുള്ള വായിച്ചതിൻ്റെതായ അറിവ്, അദ്ദേഹത്തെ നടത്തി അഞ്ചൽപ്പെട്ടി കടത്തി, അത് അവിടെ നിന്ന് പിറവത്തുനിന്ന് ഏതാണ്ട് 6-7 കിലോമീറ്റർ ദൂരമുള്ളതായ സ്ഥലം കടത്തി വിടുവാനായിട്ടാണ് മുട്ടാളന്മാർ ശ്രമിച്ചത്. പക്ഷേ പിറവം സെമിനാരിൽ അടുത്ത് വന്നപ്പോൾ എന്തോ മുട്ടാളന്മാരാണെങ്കിൽ അവർക്ക് ദൈവം തോന്നി സെമിനാരിൽ വീണ്ടും കയറ്റി വിട്ടതിന് ശേഷം അവർ തിരികെ പോയി. എന്നിട്ട് അവരെ പരിഹസിച്ചു. അന്നും ഇന്നും അത് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നവരുണ്ട്. സത്യത്തിൽ അവർ മണ്ടന്മാരല്ലേ? കാരണം കർത്താവിനെ ക്രൂശിച്ചതായ സമയത്ത് ക്രൂശിൽ തൂക്കപ്പെട്ട് കിടക്കുന്നതായ കർത്താവിനെ നോക്കിക്കൊണ്ട് യഹൂദന്മാർ പരിഹസിച്ച് പറഞ്ഞത്, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ, ദൈവം തിരഞ്ഞെടുത്ത് ക്രിസ്തുവെങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ. മൂഢന്മാർ മനസ്സിലാക്കിയില്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവൻ ഒരിക്കലും സ്വന്തം ജീവനെക്കുറിച്ച് ചിന്തിക്കുകയില്ല എന്ന്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ ജീവനൊന്നും നിത്യമായിട്ടുള്ളതൊന്നുമല്ല. ഇതെല്ലാം അനിത്യമാണ്, ഇതെല്ലാം അഴിഞ്ഞു പോകുന്നതാണ്. ഈ ലോകത്ത് ജീവിക്കുന്നതിനൊന്നും അവർ വലിയ വിലയൊന്നും കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കാത്തതിനെക്കുറിച്ച് ഓർത്ത് പരിഹസിക്കുന്നവർ മണ്ടന്മാരാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാരും സ്വന്തം ജീവനെക്കുറിച്ച് അധികം കരുതാറൊന്നുമില്ല. അവരുടെ ജീവനേക്കാൾ വലുതായിട്ടൊന്നും വലിയ വിലയൊന്നും സ്വന്തം ജീവൻ അവരാരും കൽപ്പിക്കുകയില്ല. അത് തിരിച്ചറിയുവാനുള്ളതായ ബോധം, ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് കർത്താവിനെ പരിഹസിച്ചതും കർത്താവിൻ്റെ പ്രതിരൂപമായിട്ടുള്ള ഈ മഹാപുരോഹിതനെയും പരിഹസിച്ചതും മർദ്ദിച്ചതുമെല്ലാം. മൂഢത്വമെന്നേ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തൻ്റെ എതിരാളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവിനെ പോലെ പരിശുദ്ധ ഔഗേൻ ബാവയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ക്ഷമിക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികളിൽ സ്തെഫാനസ് സഹോദരനോട് ചേർന്ന് അപേക്ഷിക്കാം, കർത്താവേ ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തന്നെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ യഹൂദന്മാർ ആലോചന നടത്തുന്ന സാഹചര്യത്തിലാണ് ബഥാനിയയിലേക്ക് അല്പം പോലും ഭയമില്ലാതെ നിർഭയനായിട്ട് യേശു ക്രിസ്തു പോകുവാൻ തയ്യാറാകുന്നത്. അപ്പോസ്തലന്മാരെല്ലാം ഭയപ്പെട്ടു. മാർത്തോമാ ശ്ലീഹ പറഞ്ഞു, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് പരിചിതമായ ഭാഗമാണ്. അവനോടുകൂടി മരിക്കേണ്ടതിന് നമുക്കും പോകാം. ആ മാർത്തോമാ ശ്ലീഹയുടെ പിൻഗാമിയാണ്. മാർത്തോമാ ശ്ലീഹയുടെ മഹാപൗരോഹിത്യത്തിൽ പങ്കാളിത്തമുള്ളതായ, അതിൻ്റെ കൂട്ടാവകാശിയായ ഔഗേൻ മാർ തീമോത്തിയോസ് തിരുമേനസ് കൊണ്ട് ലേശം പോലും പതറാതെ ഭയപ്പെടാതെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം തയ്യാറായി. ഇംഗ്ലീഷുകാരനായ ഒരു ഭാരതീയ സന്യാസിയുണ്ട്, കുരിശുമല ആശ്രമം സ്ഥാപിച്ചതായ. വൈദിക സെമിനാരിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഏതാണ്ട് ദിവസം താമസിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ ഒരു ഗ്രന്ഥമുണ്ട്, ഗോൾഡൻ സ്ട്രിങ്. അതിൽ അദ്ദേഹം പറയുകയാണ്, പിതാവിന് ഇഷ്ടം നിറവേറ്റുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ് ക്രിസ്ത്യാനിയുടെ കടമ. പൂർണ്ണമായും ആ കടമ നിറവേറ്റിയവനാണ് പരിശുദ്ധ ഔഗേൻ ബാവ എന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. സൗന്ദര്യങ്ങളെ വെല്ലുന്നതായ സൗന്ദര്യം
സഹനത്തിലാണെന്ന് പഠിപ്പിച്ചതായി ജോൺ കീറ്റ്സിന് മുമ്പേ സഹനം സൗന്ദര്യമായിട്ട് നമുക്ക് കാണിച്ചു തന്നതായ നമ്മുടെ അരുമനാഥനായ ക്രിസ്തുവിനെ അതുപോലെ തന്നെ പിൻപറ്റിക്കൊണ്ട് സഹനത്തിലൂടെ ഏറ്റവും വലിയ സൗന്ദര്യം ധാമമായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് പരിശുദ്ധനായ ഔഗേൻ പ്രഥമൻ കാതോലിക്ക ബാവ. ജോൺ റസ്കിൻ പറഞ്ഞു, ഇൻഷുറൻസ് ഈസ് നോബിൾ ദാൻ സ്ട്രെങ്ത് ആൻഡ് പേഷ്യൻസ് ദാൻ ബ്യൂട്ടി. സഹിഷ്ണുത ശക്തിയേക്കാളും ക്ഷമ സൗന്ദര്യത്തെക്കാളും ശ്രേഷ്ഠമാണ്. ഔഗേൻ ബാവയെക്കുറിച്ച് പറയുമ്പോൾ ഈ വാചകം 100% സത്യമാണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. മൂവാറ്റുപുഴ അരമനയിൽ അരമനയെന്നൊന്നും അക്കാലത്ത് പറയുവാൻ സാധിക്കുമെന്ന് അറിയില്ല. കാരണം ജീർണിച്ചു തുടങ്ങിയതായ ഒരു ഷെഡാണ്. അതിൽ താമസിച്ചിരിക്കുന്ന കാലത്ത് കത്തോലിക്കായെ സ്വീകരിച്ചു എന്ന കാരണത്താൽ അന്ന് സ്വീകരിക്കുന്നതായ സമയത്ത് കണ്ടനാട് ഭദ്രാസനത്തിൽ 54 പള്ളികളുള്ളിൽ 50 പള്ളികളും ഔഗേന്മാർ തീമോത്തിയോസിനോട് ചേർന്ന് നിന്നതാണ്. പിന്നീട് ശീമക്കാരൊരു സ്വഭാവമുണ്ടല്ലോ, മുടക്ക് എന്ന് പറയുന്നത് ആർക്കും വേണ്ടാത്തതാണ്, വിലയില്ലാത്തൊരു സാധനമാണ്. ആ സാധനം എടുത്ത് ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു, ഔഗേൻ തീമോത്തിയോസിനെ മുടക്കിയതാണ്. ഇത് കേട്ടതും കുറേ പേര് വന്നതുപോലെ തിരിച്ചു പോവുകയും ചെയ്തു. 50 പള്ളികളും കൂടെ നിന്നിട്ട് അദ്ദേഹത്തെ വഞ്ചിച്ചുകൊണ്ട് മാറി നിന്നു. അങ്ങനെയുള്ളതായൊരു ധാരാളമായ അവസ്ഥയിൽ ആ ജീർണിച്ച ഷെഡിൽ അദ്ദേഹം താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം എന്തായിരുന്നു എന്നറിയാവോ? ആരോടും പരാതി പറഞ്ഞിട്ടില്ല, ആരോടും ആവശ്യപ്പെട്ടിട്ടുമില്ല. അതാ യഥാർത്ഥ സന്യാസി എന്ന് പറയുന്നത്. ഭാരതീയ പാരമ്പര്യത്തിൽ പറയും സന്യാസിയെക്കുറിച്ച്, കാമ്യാണം കർമ്മാണം ന്യാസം സന്യാസം, കാമ്യകർമ്മങ്ങളെ ന്യസിച്ചവൻ ഒഴിച്ചിട്ടവനാണ് സന്യാസി. യഥാർത്ഥ ഭാരതീയ സന്യാസി, പരിവ്രാജകൻ എന്ന് വേണമെങ്കിൽ പറയാം. 100% അപ്രകാരമുള്ള ബാവ അന്ന് ജീവിച്ചിരുന്നത് നമുക്ക് അത്ഭുതം തോന്നും. കശുമാങ്ങ തിന്നുകൊണ്ട് ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. വെറും പച്ചക്കപ്പ് കാന്താരി മുളക് ചേർത്ത് തിന്നുകൊണ്ട് ദിവസങ്ങൾ ജീവിച്ചതായ ഒരു പിതാവ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഇങ്ങനെയൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് പോലും നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. പട്ടിണിയുടെയും പരിവട്ടണത്തിൻ്റെയും കാലത്തിൽ അദ്ദേഹത്തിൻ്റെ ശക്തിയും തുണയുമായിരുന്നു ദൈവത്തിലുള്ളതായ വിശ്വാസം. അതിൽ മുറുകെ പിടിച്ചു താൻ വായിച്ചതും പഠിച്ചതുമായ ഗ്രന്ഥങ്ങൾ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇരിക്കുന്നതായ കസേരയുടെ ഇരുവശത്തും പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കും, എപ്പോഴും റെഫർ ചെയ്യുന്നതിനായിട്ട്. മുഴുവൻ സമയവും വായനയിലും പഠനത്തിലും ഗ്രന്ഥരചനയിലും മുഴുകിയിരുന്നതായ ഒരു പിതാവ്, യഥാർത്ഥ സന്യാസി. ആദിമ നൂറ്റാണ്ടിൽ ധ്യാനത്തിലും പ്രാർത്ഥനയിലും അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചതായ സഭാപിതാക്കന്മാരെ പോലെ മുഴുവൻ സമയവും വായനയിലും പഠനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉപവാസം പ്രാർത്ഥനയുമായി ഗ്രന്ഥരചന നടത്തിക്കൊണ്ടിരുന്ന ഔഗേൻ ബാവ 1957 പരിശുദ്ധ വട്ടശ്ശേരി ഗിവറിസ് മാർ ദീപന്യാസ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന് ഔഗേൻ ബാവ നടത്തിയതായ പ്രസംഗത്തിൽ ഇപ്രകാരം ഒരു വാചകമുണ്ട്: പീഡയും ഞെരുക്കങ്ങളും വരുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുന്നവരുണ്ട്, എന്നാൽ ക്ഷമയോടും ധൈര്യത്തോടും കൂടി നിൽക്കുകയാണ് വേണ്ടത്. അതാണ് ഒരു വിശ്വാസിയുടെ ചുമതല. പീഡയും ഞെരുക്കങ്ങളും വരുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുന്നവരുണ്ട്, എന്നാൽ ക്ഷമയോടും ധൈര്യത്തോടും കൂടി നിൽക്കുകയാണ് വേണ്ടത്. അതാണ് ഒരു വിശ്വാസിയുടെ ചുമതല. ഇത് വെറുതെ പറഞ്ഞതല്ല. വടശ്ശേരി തിരുമേനിയെക്കുറിച്ച് പറഞ്ഞതാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഔഗേൻ ബാവ തൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞതാണ്. അല്പം പോലും പിന്മാറാതെ ഉറച്ചു നിന്നതായ ഒരു വിശ്വാസി. താൻ സന്യാസി ജീവിതത്തിലേക്ക് തിരിയുന്നത് വിവരിക്കുന്നിടത്ത് ബീഡ് ഗ്രിഫിത്ത് ഇപ്രകാരം കുറിച്ചിരിക്കുന്നുണ്ട്: ഒരു സന്യാസി പ്രാർത്ഥനയാലും അധ്വാനത്താലും തൻ്റെ ജീവനും സർവസ്വവും കുരിശുവിലെ ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട് യാഗമായി അർപ്പിക്കുവാനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു സന്യാസി പ്രാർത്ഥനയാലും അധ്വാനത്താലും തൻ്റെ ജീവനും സർവസ്വവും കുരിശിലെ ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട് യാഗമായി അർപ്പിക്കുവാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. എത്രമാത്രം സത്യമാണ് ഔഗേൻ ബാവയെക്കുറിച്ച് ഈ വാചകങ്ങളെന്ന് ഓർക്കാറുള്ള ഗ്രന്ഥം വായിക്കുമ്പോൾ. ദ ഗോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. നാസി തടവറയിൽ പീഡനമേറ്റ് മരിച്ചതായ ലിട്രേജ് ബോൺഹോഫർ എഴുതിയതായ ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ക്രിസ്തു ഒരുവനെ വിളിക്കുമ്പോൾ കടന്നു വന്ന് മരിക്കുവാനായിട്ടാണ് വിളിക്കുന്നത്. ക്രിസ്തു ഒരുവനെ വിളിക്കുമ്പോൾ കടന്നു വന്ന് മരിക്കുവാനായിട്ടാണ് വിളിക്കുന്നത്. ഔഗേൻ ബാവയുടെ ജീവിതം യാതൊരു സംശയവുമില്ല. ക്രിസ്തു വിളിച്ചപ്പോൾ ക്രിസ്തുവിനെ പിൻപറ്റി. മരണമോ പീഡനമോ മർദ്ദനമോ പട്ടിണിയോ യാതൊന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചില്ല. കലപ്പിക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് യോഗ്യനല്ല എന്നുള്ളതായ വചനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്നു. കലപ്പയിൽ കൈവച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോയി.
പാട് ഒഴുകുമ്പോൾ വളരെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് യാത്രയായ ഒരു പിതാവിനെയാണ് നാം ഓർക്കുന്നത്. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ അവസാനിക്കുന്നതിനാൽ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധനായ ബസേലിയോസ് ഔഗേൻ പ്രഥമൻ പാവയെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ ഇത് വളരെ നിസ്സാരമാണ്, ഏറ്റവും ചെറുതാണ്, ഒരു മണൽത്തരി മാത്രമാണ്, മരുഭൂമിയിലെ ഒരു മണൽത്തരി പോലും ആകുന്നില്ല എന്ന് എനിക്കറിയാം. എങ്കിൽ തന്നെയും ആ പിതാവ് ജീവിച്ചതായ കാലഘട്ടവും ആ കാലഘട്ടത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയതായ പിതാവ് ഇന്ന് സ്മരണയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹം പകർന്നു നൽകുന്നതായ സത്യവിശ്വാസം മുറുകെ പിടിക്കുവാനായിട്ട് ആ ഋഷിമാരിൽ ഒരുവൻ തൻ്റെ മകനോട് പറഞ്ഞത് തന്നെ നമ്മുടെ പിതാവായ ഔഗേൻ ബാവായി നമ്മോട് പറയുകയാണ്, മക്കളെ, ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഇതിനേക്കാൾ എല്ലാം വലുതാണ്, അമൂല്യമാണ്, യാതൊന്നുമായിട്ട് വെച്ചു മാറരുതേ. വെച്ചു മാറാൻ സാധിക്കുകയില്ല. കാരണം എന്തെല്ലാം ലഭിച്ചാൽ ധനസമ്പൂർണമായ വെള്ളത്താൽ ചുറ്റപ്പെട്ടതായ ഭൂമിയോ സമ്പത്തുകളോ രക്തമോ സ്വർണമോ എന്തൊക്കെ കിട്ടിയാൽ, എന്തെല്ലാം സ്ഥാനങ്ങൾ ലഭിച്ചാൽ പോലും അതൊന്നും ഇതിൻ്റെ മുൻപിൽ ഒന്നുമല്ല. അത്രമാത്രം ശ്രേഷ്ഠമാണ്. ആ സത്യത്തിൽ തന്നെ ജീവിക്കുവാനും അത് പകർന്നു നൽകി മുന്നോട്ട് പോകുവാനും നമുക്കിടയാകട്ടെ. പരിശുദ്ധനായ ബസേലിയോസ് ഔഗേൻ പ്രഥമൻ ബാവായുടെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് തുണയാകട്ടെ. നമ്മോടൊപ്പം എപ്പോഴുമുണ്ട് ആ പിതാവ്. നമ്മുടെ ഓരോ ബലഹീനതയിലും ശക്തിയായിട്ട് തുണയായിട്ട് നമ്മെ ഇന്ന് മുന്നോട്ട് നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സഭയെ ഇത്രമാത്രം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മുന്നോട്ട് നയിക്കുന്നത് ഇവിടെ ആമുഖത്തിൽ ബഹുമാനപ്പെട്ട MK കുര്യൻ അച്ഛൻ പറഞ്ഞോളണം, ഈ ഔഗേൻ ബാവായുടെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ നിശ്ചയങ്ങളും തീരുമാനങ്ങളും സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് കരുത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്, ശക്തി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ജീവനോടിരുന്നതായ ഔഗേൻ ബാവയേക്കാൾ ശക്തനാണ് ഇന്ന് മരിച്ച് സ്വർഗത്തിൽ ചെന്ന് ചേർന്നതായ ബാവ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ആ ബാവ നമുക്ക് കരുത്ത് നൽകട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതിനവസരം നൽകിയതായ പരിശുദ്ധ ബാബ തിരുമേനിയോടും ബഹുമാനപ്പെട്ട MK കുര്യനച്ചനോടും മറ്റ് അഭിവന്ദരായ പിതാക്കന്മാരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുത്തുമാറാകട്ടെ.